ഇപ്പം ബ്രസ്റ്റ് ക്യാൻസറിനാണെങ്കിൽ സ്ക്രീനിങ് മാമോഗ്രാം ഉണ്ട്, ഗർഭാശയകള ക്യാൻസറിനാണെങ്കിൽ HPV DNA ടെസ്റ്റിങ്ങുകളുണ്ട്, വിഷ്വൽ ഇൻസ്പെക്ഷനാണ്, ഓറൽ കാവിറ്റി ക്യാൻസറിന്. ഇത് മൂന്നും ICMR റെക്കമെൻഡഡ് ആണ്. ബ്രസ്റ്റ് ക്യാൻസറിനാണെങ്കിൽ 40 വയസ്സിന് ശേഷമുള്ള എല്ലാ സ്ത്രീകൾക്കും 2 വർഷത്തിലൊരിക്കലെങ്കിലും സ്ക്രീനിങ് മാമോഗ്രാം റെക്കമെൻഡഡ് ഇൻവെസ്റ്റിഗേഷനാണ്, അത് ചെയ്യണം. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ HPV DNA 30 വയസ്സിന് ശേഷം 30 മുതൽ 65 വയസ്സ് വരെയുള്ളവർക്ക് 5 വർഷത്തിലൊരിക്കൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ HPV DNA ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ 5 വർഷത്തിന് ശേഷം ചെയ്താൽ മതി. വായിൽ വരുന്ന ക്യാൻസറിനാണെങ്കിൽ വിഷ്വൽ ഇൻസ്പെക്ഷൻ, ഒരു ഡോക്ടറിനെ കാണുക, സർജനെയോ ഒരു ഓങ്കോളജിസ്റ്റിനെയോ കാണുക, വിഷ്വൽ ഇൻസ്പെക്ഷൻ. എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് സംശയാസ്പദമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർ അവിടെ നിന്നൊരു ബയോപ്സി എടുത്ത് നോക്കും, അതുമാത്രമേ ഉള്ളൂ. ഇതാണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള 3 ക്യാൻസറുകൾ, അതിനുള്ള സ്ക്രീനിങ് സ്ട്രാറ്റജീസും. പിന്നെ ഇന്ത്യ ഒരു ഹൈലി പോപ്പുലസ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. നമുക്ക് പല രീതിയിലുള്ള ആളുകളുണ്ട് ഇവിടെ. ഇമ്മൻസ്ലി റിച്ച് ആയിട്ടുള്ള ആൾക്കാരും വളരെ പൂറായിട്ടുള്ള ആൾക്കാരുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാരിനൊരു കോമൺ പോളിസി ബാക്കിയുള്ള ക്യാൻസറുകൾക്ക് ഉണ്ടാക്കാൻ പാടായിരിക്കും. പക്ഷേ വെസ്റ്റിൽ CA പ്രോസ്റ്റേറ്റ് ആണ്, വെസ്റ്റിലൊക്കെ അതിന് ഡെഫിനറ്റ് ആയിട്ടുള്ള പോളിസീസ് ഉണ്ട്. അപ്പോൾ CA പ്രോസ്റ്റേറ്റ് ആണ്, കാർസിനോമ പ്രോസ്റ്റേറ്റ് ആണെങ്കിൽ തന്നെ കേരളത്തിലത് ലങ് ക്യാൻസർ കഴിഞ്ഞാൽ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസർ കാർസിനോമ പ്രോസ്റ്റേറ്റ് ആണ്. അതിന് സ്ക്രീനിങ്ങിൻ്റെ ഫെസിലിറ്റി ഉണ്ട്. എല്ലാവർക്കും ചെയ്യണമെന്ന റെക്കമെൻഡേഷൻ ഇല്ല. ഫാമിലിയിൽ ആർക്കെങ്കിലും, മുമ്പേ ചോദിച്ചതുപോലെ ഫാമിലിയിൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്, പിതാവിനോ സഹോദരനോ ഉള്ള ആളാണെങ്കിൽ 50 വയസ്സിന് ശേഷം ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ PSA എന്ന് പറയുന്ന ഒരു സിമ്പിൾ ബ്ലഡ് ടെസ്റ്റും ചെയ്യാൻ റെക്കമെൻഡേഷനുണ്ട്. അത് വർഷത്തിലൊരിക്കൽ ചെയ്താൽ മതി. PSA കൂടുവാണെങ്കിൽ മാത്രം ഫർദർ ടെസ്റ്റിലേക്ക് MRI, ബയോപ്സി ലെവലിലേക്ക് പോയാൽ മതി. സെക്കൻഡ് ഡിഗ്രി റിലേറ്റീവ്, അതായത് കസിൻസോ അങ്ങനെ എന്തെങ്കിലും ഉള്ളവർക്കാണ്, 2 or 3 പേര് ഫാമിലിയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ തന്നെ സ്ക്രീനിങ് ചെയ്യാം. CA പ്രോസ്റ്റേറ്റ് ആണെങ്കിൽ. കോളൺ ആണെങ്കിൽ 45 വയസ്സിന് ശേഷം എല്ലാ വർഷവും ഫീക്കൽ ഒക്കൾട്ട് ബ്ലഡ് എന്ന് പറഞ്ഞ് മലം പരിശോധിച്ച് നോക്കുക. അതിൻ്റെ അകത്ത് ഒക്കൾട്ടായിട്ടുള്ള രക്തം എന്തെങ്കിലും ഉണ്ട്, അതിനകത്ത് എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുണ്ടെങ്കിൽ ഒരു കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ 10 വർഷം കൂടുമ്പോഴത്തേക്കിനും ഒരു കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്ത് വൻകുടലിലോ രക്തത്തിലോ എന്തെങ്കിലും ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ ഉള്ളതാണെങ്കിൽ കാർസിനോമ ലങ്ങിന് ഇപ്പോഴും ഒരു പുരുഷന്മാരിൽ കാണുന്ന ഏറ്റവും മോസ്റ്റ് കോമൺ ക്യാൻസറാണ്. ലോകത്തിൽ തന്നെ പുരുഷന്മാരിൽ കാണുന്ന മോസ്റ്റ് കോമൺ ക്യാൻസറാണ്. പക്ഷേ അതിനൊരു പോളിസി ഇല്ല. കാരണം അതിനുള്ള സ്ക്രീനിങ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ ഒരു ലോ ഡോസ് CT സ്കാനാണ്. അതിന് ടെക്നിക്കൽ ഇഷ്യൂസും ഒരുപാട് ഫോൾസ് പോസിറ്റീവ്സും ഒക്കെ ഉള്ളതുകൊണ്ട് ആസ് ഓഫ് നൗ അങ്ങനെ റെക്കമെൻഡേഷനിലൊന്നും വന്നിട്ടില്ല.